ഞാനൊരു വീഡിയോ ഇട്ട് വന്നത് വലിയ കാര്യം സംസാരിക്കാനൊന്നല്ല. ഞാൻ കുറച്ച് ഫ്രീ ആയപ്പോൾ സമയം കിട്ടിയപ്പോൾ വന്നതാണ്. നിങ്ങളുടെ അടുത്തും സമയം ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. വെറുതെ ഇരിക്കണമെങ്കിൽ മാത്രം കണ്ടാൽ മതിയെ. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഹാഷിം റുബീന എന്ന് പറഞ്ഞ വ്യക്തി, അതായത് നമ്മളെല്ലാവരും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിനൊരു ക്ലാരിറ്റി വേണമല്ലോ. അപ്പോൾ എന്നോട് കുറേ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ അയാളുടെ അടുത്ത് പോയിട്ട് ദുആ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. അതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണ്, അതൊന്നും ഞാനൊന്നും നോ പറയില്ല, ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അയാൾ എന്താണ് ചെയ്തത്, അയാൾ എന്തിനെങ്ങനെ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് ഫ്രീ ആയപ്പോൾ മാത്രം വന്നതാണ് ഞാൻ. പിന്നെ യൂട്യൂബല്ലേ, അതിനെന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ അതെന്താണെന്നുള്ളത് നമുക്ക് അവസാനം അതും കാണാം. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കാറിൽ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, എനിക്ക് ഒരു ഉസ്താദിൻ്റെ ശാപമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉസ്താദിൻ്റെ ശാപം എന്തുവാടാന്ന് ചോദിച്ചപ്പോൾ, നാട്ടുകാരനാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് കത്തിയില്ല. ഉസ്താദിൻ്റെ ഒരു ശാപം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഉസ്താദിൻ്റെ ഒരു ശാപമുണ്ട്. അടങ്ങി നിങ്ങളെ കുറിച്ചല്ല, നിങ്ങൾ ശ്രദ്ധിച്ചോ, അത് ഞാൻ ലാസ്റ്റ് പറയാം. ഞാൻ വേറെ കാര്യം പുള്ളിനെ കുറിച്ചാണെന്ന് വിചാരിച്ചിട്ട് പുള്ളി നിങ്ങളിങ്ങനെയൊക്കെ ഇരുന്ന് വീഡിയോ ഒക്കെ ചെയ്തോ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്ന വേറൊരു കാര്യമാണ്. ഞാൻ എൻ്റെ നാട്ടിൽ എനിക്ക് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്കൊക്കെ അന്നത്തെ ഓട്ടോ ഡ്രൈവർമാർ അതുപോലെ ബസ് ഡ്രൈവർമാരോടൊക്കെ നമുക്ക് ഭയങ്കര ക്രഷായിരുന്നു. നമുക്കല്ല, പല അന്നത്തെ വലിയ ആളുകൾക്കൊക്കെ, പെൺകുട്ടികൾക്കായാലും ഒക്കെ ഒരു ക്രഷ്, ഒരു ഇഷ്ടം ഒക്കെ തോന്നുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പം അന്ന് എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ബൈക്ക് ഉണ്ടായിരുന്നു. പിന്നെ ബൈക്ക് വീട്ടുകാർ വാങ്ങി തരില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓട്ടോറിക്ഷനോട് ഒരു പ്രേമം തോന്നി. അപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. 7-ോ 8-ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത്, 7-ലാ തോന്നുന്നു. അപ്പോൾ വല്യപ്പനോട് പറഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും ഓട്ടോറിക്ഷ വേണമെന്ന് പറയും, എന്നും കരയും. അപ്പോൾ അങ്ങനെ അന്ന് തറവാട് വീട് മാറ്റിയിട്ട് വീട് പണി നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങൾ ചോലമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഞങ്ങളൊരു പഴയൊരു തറവാടുണ്ട്, ഒരു ബംഗാളത്തെ തറവാട് പറഞ്ഞ വലിയൊരു തറവാട്, മനോഹരമായിട്ടൊരു തറവാട് വീടാണ്, ഇല്ലൊക്കെ പോലത്തെ വീട്. അപ്പോൾ അവിടെ ഇങ്ങനെ താമസിക്കുന്നത്, വലിയ മുറ്റമുണ്ട്. അങ്ങനെ മനസ്സോടെ എനിക്ക് വല്യപ്പ ഒരു ഓട്ടോറിക്ഷ മേടിച്ചിരുന്നു. KL10 P1549 എന്നാണ് അതിൻ്റെ നമ്പർ. കാരണം അത്രത്തോളം സ്നേഹിച്ച ഒരു വണ്ടിയായതുകൊണ്ടാണ് ഇത്ര വർഷം കഴിഞ്ഞിട്ടും അത് ഓർത്ത് വെക്കുന്നത്. അങ്ങനെ എൻ്റെ പരിപാടി എന്താ വെച്ചാൽ, വരുന്ന ആളുകളോടൊക്കെ കൈ നീട്ടും. വല്യപ്പോൾ വന്നാലും അമ്മാവനും വന്നാലും ഇവരോടൊക്കെ അമ്മമാരോടൊക്കെ വാങ്ങിയിട്ട് ഒരു 20 രൂപ ആക്കിയിട്ട് അങ്ങാടി പോയിട്ട് പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതിൽ നിറക്കും. അപ്പോൾ ഈ നമ്മളിങ്ങനെ ഞാൻ എന്ത് ചെയ്യും, അവിടെയുള്ള എല്ലാ വണ്ടിക്കാരും അറിയാം. അപ്പോൾ അങ്ങനെ കൈ കാട്ടും, അങ്ങാടിക്ക് പോകുന്ന വണ്ടിക്കാർക്ക്, മടക്കം പോകുന്ന ആൾക്കാർക്ക് കൈ കാണിച്ചിട്ട് ഇതെങ്ങനെ ഓടിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങാടി എത്തിയിട്ട് അവിടെ നിന്ന് നടന്നു തരും. പിന്നെ അങ്ങനെ സ്കൂളിൽ വന്നാൽ ചെയ്യുന്ന പരിപാടി ഇതാണ്. അങ്ങനെ ഞാൻ മുറ്റത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കാൻ പഠിച്ചു. പതുക്കെ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് ഇങ്ങനെ പതുക്കെ ഓടിക്കും, അങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് ഓടിക്കും. ആ പെട്രോൾ കഴിയും, പിന്നെ അടുത്ത പെട്രോളിനായിട്ട് കാത്തിരിക്കും. അങ്ങനെ കുറച്ച് കാലം മുന്നോട്ട് പോയി. അന്ന് ഞാൻ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. എൻ്റെ മദ്രസയിലുള്ള ഈ കഥ അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എൻ്റെ കൂടെ പഠിച്ച ആളുകളൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ മദ്രസ കഴിഞ്ഞു. ഞങ്ങൾക്ക് 9:30-ക്കാണ് മദ്രസ, 9 മണിക്ക് മദ്രസ വിടും തോന്നുന്നു. 9:30-ക്ക് വിട്ട് 10:30-ക്കാണ് സ്കൂള്. അപ്പോൾ ഞാൻ മദ്രസ വിട്ട് നേരെ വീട്ടിൽ ചെന്നിട്ട് ഈ പണി നടക്കുന്നിടത്തേക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഈ പൊറോട്ട കറിയൊക്കെ ഈ 10 മണിക്ക്, അന്ന് എന്തോ വാർപ്പിൻ്റെ എന്തോ പണിയാ തോന്നുന്നു, കുറേ ആളുകൾ ഉണ്ട്, 20ഓളം ആളുകളുണ്ട് തോന്നുന്നു, 20-25 ആളുകൾ പണിക്കുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു, ഞാൻ കൊണ്ട് കൊടുക്കാം, ഞാൻ ഇപ്പോൾ ഓടിക്കാനൊക്കെ പഠിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ വലിയൊരു കുടുക്കാന്ന് പറയും. കുടുക്ക എന്താ പറയുക, വലിയ ചെമ്പില്ല വലിയ, അത് നിറയെ ചായ തിളപ്പിച്ചിട്ട് എൻ്റെ ഓട്ടോറിക്ഷൻ്റെ മുന്നിൽ താഴെ ഈ കിക്കർ അടിക്കുന്ന സ്ഥലമില്ലേ അവിടെ വെച്ച്, പിന്നെ പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിറകിൽ ഒരു സൈഡിൽ വെച്ചു. അങ്ങനെ ഞാനിങ്ങനെ നോക്കി, പുറത്തിറങ്ങിയിട്ട് ആദ്യം ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു വണ്ടിയില്ല, ഒന്നുമില്ല. സ്കൂൾ കുട്ടികൾ ഇങ്ങനെ കുറച്ച് പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ പതുക്കെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ, ഒരു ചെറിയ റോഡാണ്, ചുറ്റും പാടങ്ങളും കാര്യങ്ങളുള്ള റോഡാണ്. അപ്പോൾ ഞാൻ അതിലൂടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോവാണ്. ദൂരെയൊക്കെ നോക്കുന്നത്, വണ്ടി വരേണ്ട അപ്പയുടെ സൈഡാക്കും, എന്നിട്ട് ആ വണ്ടി പോയിട്ട് ഞാൻ എടുക്കുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഓടിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ മദ്രസയുടെ മുന്നിലുണ്ട് മൊല്ലാക്ക ഇങ്ങനെ നിൽക്കുന്നത്. മൊല്ലാക്ക കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഒരു 10-12 വയസ്സുണ്ടാവും, പാവാണ്. ആ പുള്ളി അവിടെ ഇങ്ങനെ നിൽക്കുന്നത്, നമ്മുടെ ഉസ്താദാണ്. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ എത്തിയപ്പോൾ പുള്ളി പെട്ടെന്ന് ഓടി വന്നിട്ട്, അല്ലാ ഇതാരാ ജുനൈദ് കുട്ടിയോ എന്ന് പറഞ്ഞിട്ട് തലയിലും കൈ വെച്ചിട്ട് പുള്ളി ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ നിന്ന്. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി, ആ ഉസ്താദ് എന്തൊക്കെ വിശേഷം എന്നൊക്കെ. അപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ പറഞ്ഞാൽ ചെറിയ കുട്ടികൾ വണ്ടി ഓടിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവമാണ്, ഇന്നത്തെ കാലം പോലെയല്ലല്ലോ. അപ്പോൾ ഇതാരാ ജുനൈദ് കുട്ടി വണ്ടി ഓട്ടി. അപ്പം കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്നിങ്ങനെ എന്നൊക്കെയുള്ള ഒരാളായിട്ട് ഇങ്ങനെ ഇരുന്ന്, അപ്പോൾ ഉസ്താദ് ഇങ്ങനെ എടുത്തിരുന്നു. അപ്പോൾ ഉസ്താദിന് നല്ല അത്തറിൻ്റെ മണമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ മണത്തിട്ട്, ഉസ്താദെ നല്ല അത്തറിൻ്റെ മണമൊക്കെ ഉണ്ടല്ലോ, എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചു.
അപ്പോൾ എൻ്റെ കുട്ടിയെ ഞാൻ ആരോടും പറയണ്ട, ഞാനൊരു പെണ്ണ് കാണാൻ പോകണമെന്നാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, നല്ല കാര്യം, എന്നാൽ ശരി ഉസ്താദ്, ഞാൻ പോട്ടെ, പണിക്കാരെ കൊണ്ടുപോകണമെന്നുണ്ട്, സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം അത് പറ്റില്ല, ഞാനുണ്ട് എൻ്റെ കൂടെ അതുവരെ. ഞാൻ പറഞ്ഞു ഉസ്താദ്, ഞാൻ അവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു പോകുമല്ലോ, പിന്നെ അവിടുന്ന് കുറേ പോകണ്ടേ, അപ്പം ബാക്കിൽ വേറെ വണ്ടി വരുന്നുണ്ട് ഉസ്താദ്, അതിൽ വരി. ഞാൻ അപ്പോൾ പറഞ്ഞു അതൊന്നും പറ്റില്ല, എനിക്ക് എൻ്റെ ജുനൈദുട്ടിൻ്റെ ഒപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞു, കുടുങ്ങിയില്ലേ. അങ്ങനെ പുള്ളി, ഞാൻ പറഞ്ഞു പഠിച്ച പണി ഒഴിവാക്കാൻ നോക്കി, ഒന്നും പുള്ളി എന്തോ വണ്ടിയിലാണ് കയറി പിടുത്തങ്ങോട്ട് ഇരുന്നത്, എനിക്കിൻ്റെ ജുനൈദുട്ടിൻ്റെ ഒപ്പം തന്നെ പോകണമെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു ഉസ്താദെ, പഠിച്ച പണി എല്ലാം പറഞ്ഞു. അവസാനം പണ്ടാറടക്കം മനസ്സിൽ പറഞ്ഞു കേട്ടോ, ഉസ്താദിന് ഭയങ്കര റെസ്പെക്റ്റും കാര്യങ്ങളാണ്, നമ്മളപ്പോൾ ചെറിയ കുട്ടികളല്ല, അപ്പോൾ ഞാൻ മനസ്സിൽ പണ്ടാറടക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഉസ്താദിനോട്, ഞാൻ പിറകിൽ ആളെ വെച്ചിട്ട് അങ്ങനെ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല ഉസ്താദ്, അതിനെന്താ അത് ബൈക്കൊന്നുമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ഇങ്ങനെ വളഞ്ഞ സ്ഥലമുള്ളൊരു റോഡാണ് കേട്ടോ അത്, എൻ്റെ വീട്. അപ്പം അതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ ഉസ്താദ് അടങ്ങിയിരിക്കല്ലോ. ഉസ്താദ് എന്താ ചെയ്യണറിയോ, ഉസ്താദ് സന്തോഷം കൊണ്ടാണ് പാവം. പുള്ളി ഈ കൈ വലിയ കുറച്ച് നീളമുള്ള കൈയാണ് പുള്ളിക്കൊക്കെ, കുറച്ച് നീളമുള്ള ആളുമാണ്. ഈ പുള്ളി എന്ത് ചെയ്യുക, പിറകിൽ നിന്നിട്ട് പിന്നെ ഈ കൈ കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ, ഞാൻ എന്തോ ചിന്തിച്ചൊക്കെ എനിക്ക് പേടിച്ചിട്ട് വേറെ വണ്ടി വരുന്നുണ്ടോ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഓടിക്കണേ. പുള്ളി ഇങ്ങനെ കുത്തുത്തു എന്നിട്ട് പറഞ്ഞു എന്തൊക്കെ വിശേഷം, ഉപ്പൻ്റെ വിശേഷം, അമ്മൻ്റെ വിശേഷം എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു. ഉപ്പൻ്റെ വിശേഷം എന്താ, വരുന്നുണ്ടോ അവരെന്നൊക്കെ ചോദിച്ചു. അപ്പം ഉപ്പാക്ക് സുഖമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അടുത്ത കുത്ത്, അപ്പോൾ ഉമ്മൻ്റെ വിശേഷം എന്തൊക്കെയാണ്, ഒക്കെ മൂന്നാമത്തെ കുത്ത്, എന്നാ വരുന്നത്, എന്തൊക്കെ നിനക്ക് അയക്കാറുണ്ട്, സാധനങ്ങളൊക്കെ അയക്കാറുണ്ടോ, നോക്കാറുണ്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ കുത്തുമ്പോൾ പണ്ടാറടക്കം എന്ന് പറഞ്ഞിങ്ങനെ വണ്ടി ഇങ്ങനെ ഓട്ടുകയാണ്. അതിലൊരു ചെറിയ ഒരു കുഴിയുണ്ട് റോട്ടിൽ. അപ്പോൾ ഈ കുഴിയിൽ വണ്ടി വീണിട്ട് ടയർ വീണിട്ട്, ഓട്ടോറിക്ഷല്ലേ, കുഴിയിൽ ടയർ വീണിട്ട് ഈ മുന്നിലുള്ള ചായ ഉണ്ട്, ഇത് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്, തിളച്ച ചായയാണ്. ഇതെൻ്റെ കാലിലേക്കാണ് വീണ്, പുള്ളിക്കാരൻ്റെ ഒരു കുത്തും പുറത്ത്, നേരെ എത്ര താഴ്ചയുള്ള പാടാണ്. ഓട്ടോറിക്ഷയും പാത്രവും പൊറാട്ടയും ഉസ്താദും ഞങ്ങളെല്ലാവരും കൂടെ കുത്തിമറിഞ്ഞ് നേരെ പാടത്തേക്ക് മറിഞ്ഞ് ഞാൻ ഉള്ളിലിങ്ങനെ ഓർമ്മയുണ്ട്, ഉള്ളിലിങ്ങനെ ഉണ്ട്, ഹാൻഡിൽ ഇവിടെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഓട്ടോറിക്ഷൻ്റെ ഹാൻഡിൽ ഇവിടെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെല്ലെ ഒന്നും അനക്കൊന്നുമില്ല പടച്ചോനെ എന്നിങ്ങനെ വിചാരിച്ച്. ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയാണ്, വാപ്പാനോട് എന്ത് പറയും, വല്യപ്പനോട് എന്ത് പറയും, ഇതിന് എന്താവും, ആദ്യമായിട്ടൊരു ആക്സിഡൻറ്റ്, നമ്മളെ പ്രായമൊക്കെ അതല്ലേ. അപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ എണീറ്റ് വന്നു. എണീക്കാനൊന്നും കഴിയില്ല, അപ്പോൾ അതൊക്കെ ഉള്ളിൽ കൂടെ നിന്ന് ഇങ്ങനെ എണീറ്റ് കണ്ട് ഇയാളെ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഉസ്താദേ വിളിച്ച്. അപ്പോൾ ഉണ്ട് ജുനൈദുട്ടി എന്ന് പറഞ്ഞിട്ട് പേരിന്. അന്ന് ഈ ഞാറ് നടുവല്ലോ, നമ്മൾ പാടത്തൊക്കെ ചളിയുള്ള പാടത്തേക്കാണ് വീണത്. അപ്പോൾ ഈ ചളി ഞാറൊക്കെ പാടെ ഇയാളെ മേലും മുഖത്തൊക്കെ ചളിയിൽ കുളിച്ചിട്ടുണ്ട്. ഈ വെള്ളിയിട്ട് അത്തരടിച്ച ആളാണ്. ഇത് കുളിച്ചിട്ട് ഇങ്ങനെ എണീക്കുന്നുണ്ട് ബാക്കിൽ നിന്ന് ഓട്ടോറിക്ഷൻ്റെ ഉള്ളിൽ നിന്ന് എണീക്കുന്നത്. പുള്ളി അങ്ങനെയൊക്കെ ചവിട്ടി പിടിച്ച് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ ഞാനും ഇങ്ങനെ നടന്നിട്ട് റോട്ടിൽ കയറി, അള്ളി പിടിച്ച് റോട്ടിൽ കയറി ഞാനിങ്ങനെ ഇരുന്ന്. അവിടെ ഇവിടെയൊക്കെ വേദനയും നീറലൊക്കെ വരുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക്. അതിൽ കുറച്ചപ്പുറത്ത് കുറച്ച് സ്ത്രീകൾ ഇന്നത്തെ കുടുംബശ്രീയൊക്കെ പോലെ അന്ന് അവർ ഈ കപ്പ നടുന്നുണ്ട് അവിടെ. അപ്പോൾ അവരൊക്കെ പാടി ശബ്ദം കേട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഉസ്താദും എന്നെ മനസ്സിലാവില്ല, ഉസ്താദിനെ കണ്ടു. അപ്പോൾ ഇവരിങ്ങനെ അവിടെ നിന്ന് നോക്കി പതുക്കെ ഇങ്ങനെ നടന്നു വരികയാണ് ഈ ആക്സിഡൻറ്റ് കണ്ടിട്ട്. അപ്പോൾ ഉസ്താദ് ഇങ്ങോട്ട് നോക്കുമ്പോണ്ട് എൻ്റെ നാട്ടിൽ അവിടെ അത്യാവശ്യം നല്ല കാണാനൊക്കെ കൊള്ളാവുന്ന ടീച്ചർമാരാണല്ലോ സ്കൂളിലുള്ളത്. അപ്പോൾ ആ ടീച്ചർമാർ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഉസ്താദ് കല്യാണം കഴിക്കാത്തൊരു ഉസ്താദല്ല. അപ്പോൾ ഈ ടീച്ചർമാരൊക്കെ പെൺകുട്ടികളൊക്കെ നടന്നു വരുമ്പോൾ ഇവരെ മുന്നിൽ ഇങ്ങനെയൊക്കെ ഈ ഒരു വേഷത്തിൽ നിന്നൊക്കെ ഉസ്താദ് ചിലപ്പോൾ ചമ്മലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഉസ്താദ് എന്ത് ചെയ്ത് മെല്ലെ പതുക്കാണ്ട് ഇറങ്ങുകയാണ് പാടത്തേക്ക്. ഈ പാടം നേരെ ക്രോസ് ചെയ്ത് കുറച്ച് അപ്പുറത്ത് ഒരു 1/2 കിലോമീറ്റർ ഓടിയാൽ പള്ളിയാണ്, അത്ര ദൂരം പോന്നിട്ടുള്ളൂ. അപ്പോൾ ഉസ്താദ് ഇത് കണ്ട് ഉസ്താദ് ഈ പെണ്ണുങ്ങളും ടീച്ചർമാരും വരുന്നത് കണ്ട് എന്തോ ആയി. ഈ ഉസ്താദ്മാർക്ക് അങ്ങനെ പോക്കറ്റ് ഉണ്ടാവില്ല, പോക്കറ്റ് ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിലാണ് പേന, സാധനങ്ങൾ, പൈസയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉസ്താദ് ഇവിടെ കൈ വെച്ചിട്ട് ഉസ്താദ് കണ്ട് ഓടുകയാണ്. ഇവിടെ കൈ വെച്ചിട്ട് ഉസ്താദ് അങ്ങോട്ട് ഓടുകയാണ് പാടത്തിലൂടെ ഓടുമ്പോൾ ഈ സ്ത്രീകൾ ഇത് കണ്ടിട്ട് ഉസ്താദിന് നെഞ്ഞ് ശ്വാസം കിട്ടണില്ല എന്ന് വിചാരിച്ചിട്ട് ഈ സ്ത്രീകൾ മുമ്പോട്ട് തങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഉസ്താദിനെ പിന്നാലെ ഓടുക. എനിക്കൊന്നും മനസ്സിലായില്ല പെട്ടെന്ന്. ഞാൻ വിചാരിച്ചു പഠിച്ച ഉസ്താദിന് ശ്വാസം കിട്ടാത്ത അവസ്ഥ മരിക്കാൻ പോകണോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാനാണ് മരിച്ച മാതിരിയാണ് കടന്ന റോട്ടുമേ. എന്നെ ആരൊക്കെ പിന്നെ പിടിച്ച് കൊണ്ടുപോയിക്കാണ്ട് ഒന്നും സംഭവിക്കാത്ത. എനിക്ക് കാരണം ഇഞ്ചക്ഷൻ വെക്കുന്ന ജീവിതത്തിൽ ഇന്നും പേടിയുള്ളൊരു സംഭവമാണ് ഇഞ്ചക്ഷൻ വെക്കുന്നത്. എന്നെ കൊണ്ടുപോയിട്ട് കുറേ ഇഞ്ചക്ഷൻ അവിടെ ഇവിടെയും കുത്തി. അന്ന് ഞാൻ പിരാകാത്ത ഒരാളും ഇല്ല. അപ്പോൾ ആ ഉസ്താദിൻ്റെ ഒരു ശാപം എനിക്കുണ്ട്. ഞാൻ ഇയാളെ കുറിച്ചല്ല പറഞ്ഞത്, അത് ഞാൻ പറയാൻ കാരണം അപ്പോൾ ഇങ്ങനെ ഒരു തമാശ രൂപത്തിൽ പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു ഇത് നിങ്ങളോടായിട്ട് തിരി സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. അപ്പം ഞാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ആശിം റുബീന എന്ന് പറഞ്ഞ വ്യക്തിനെ ഞാൻ ഇങ്ങനെ സംസാരിച്ചതും ഇങ്ങനെ പറഞ്ഞതും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഫ്രീ ആയപ്പോൾ മാത്രം വന്നാൽ, ഞാൻ ഒരിക്കലും ഇങ്ങനെ വരണമെന്ന് വിചാരിച്ചതല്ല, ഫ്രീ ആയതുകൊണ്ട് മാത്രം വന്നതാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളെ കുറച്ച് കാര്യങ്ങളൊന്ന് കേൾപ്പിച്ച് തരാം. അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോയിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾപ്പിച്ച് തരാം, കാണിച്ചു തരാം ഇവിടെ. അപ്പോൾ നോക്കാം നമുക്ക്. ഒരു 10-100 ആളാവട്ടെ എന്നിട്ട് പറയാം. വന്നവരെ പോവല്ല, കാര്യമായിട്ട് സംഭവം പറയാനുണ്ട്. ഒരു 10-100 പേരെങ്കിലും വേണം. നമ്മളൊരു സംഭവം പറയുമ്പോൾ, ഒരു കാര്യമായ സംഭവം പറയുമ്പോൾ ഒരു 10-100 പേരെങ്കിലും വേണ്ടേ. പെട്ടെന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുള്ളി പറയുന്നത്
കാര്യമായ ഒരു സംഭവം പറയാൻ പോവാണ് ഞാൻ. അപ്പോൾ എനിക്കൊരു 100 പേരെങ്കിലും വേണം. കാരണം 85,000 ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ 85,000 സബ്സ്ക്രൈബുള്ള ഒരു വ്യക്തിയാണ്. 85,000 1,00,000 അടുത്തുള്ള സബ്സ്ക്രൈബുള്ള ഒരാളാണ്. ഞാനാരാണ്? ഇന്നലെ വന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സബ്സ്ക്രൈബും പിന്നെ പുള്ളിക്കാരനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു കൊറോണ സമയം ഉണ്ടായിരുന്നല്ലോ. ഈ കൊറോണ സമയത്ത് 4-5 വർഷം മുന്നേ പുള്ളി യൂട്യൂബറാണ്. പിന്നെ ഈ കൊറോണ സമയത്ത് ഒരുപാട് ഒരു 30ഓളം ആളുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 5-6 ആൾക്കാർ എന്നെ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ആളുകളുള്ള വലിയൊരു രാജാവാണ് പുള്ളി. ഓക്കെ, ആ പുള്ളിയുടെ കുറച്ച് വാക്കുകൾ ഞാൻ എന്തുകൊണ്ട് അദ്ദേഹത്തെ പ്രതികരിച്ചു, അദ്ദേഹത്തിനെതിരെ സംസാരിച്ചു എന്നുള്ള കുറച്ച് വാക്കുകൾ ഞാൻ കേൾപ്പിച്ചു തരാം. കേട്ടില്ല? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പുള്ളിനെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുള്ളിനെ പറയുന്ന കേട്ടോ, എന്നിട്ട് ടിസ്റ്റ് ഉണ്ട് അവസാനം, അതും കൂടെ കേൾക്കണം. 10-20 പേരായാൽ പറയാൻ പറ്റില്ല. 10-20 പേരെങ്കിലും ആവണ്ടേ നമ്മൾ ഒരു വിഷയം സംസാരിക്കുന്നു. സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സംഭവം നിങ്ങളിത് കേട്ടാൽ ശരിക്കും ഞെട്ടും. അതെങ്ങനെയായാലും ഞാൻ തെളിയിച്ചായിരുന്നു. മോശമായിട്ട് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു മറുപടി ഞാൻ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അതിനൊരു മറുപടി പറഞ്ഞിട്ടേ ഞാൻ അറിഞ്ഞു. ഈ ലൈവിൽ ഇപ്പം 4 പേരായിപ്പോയി. കുറച്ചൊരു 10-15 പേരുണ്ടെങ്കിൽ ഞാൻ സംഭവം അവതരിപ്പിക്കും. ഒരു കുട്ടിയുടെ പേരും പറഞ്ഞ് കുറേ നേരമായി പുള്ളി ലൈവിൽ വന്നിട്ട്. അത്രയും 1,00,000 ആളുകളാണ് പുള്ളി ലൈവ് കണ്ടിട്ട് എല്ലാവരും വന്ന് പോവാണ്. ആകെ 2-3 നിൽക്കുന്നുള്ളൂ പുള്ളിയുടെ ലൈവിൽ. എന്നെ ക്ഷണിച്ചു വരുത്തിയിട്ട് ചെയ്ത പണി ഭയങ്കര പണിയായിപ്പോയി. ഒരു കുട്ടിയുടെ പേരും പറഞ്ഞിട്ട് എന്നെ ക്ഷണിച്ചു വരുത്തിയിട്ട് ഭയങ്കര പണിയായിപ്പോയി. ഇയാളെ പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഈ വന്ന സമയത്ത് ഇയാൾ ദിയ ഫാത്തിമ പറഞ്ഞിട്ട് ഞാൻ കണ്ടപ്പോൾ തന്നെ ഉസ്താദ് നമുക്ക് തെറ്റിദ്ധരിച്ചു പോയി. അപ്പോൾ അങ്ങനെ ദിയ ഫാത്തിമ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു ഈ ആളൊന്ന് പരിചയപ്പെടണം എന്നൊന്ന് കോൺടാക്ട് ചെയ്യുമോ, അയാളെ വീഡിയോയിൽ ഉണ്ടാവും പോയോ കോൺടാക്ട് ചെയ്യുമോ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കണ്ണൂരുകാരനാണ്, ദിയ ഫാത്തിമൻ്റെ തൊട്ടടുത്ത നാട്ടുകാരനാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സഹായം ഇയാളെ ഭാഗത്ത് നിന്ന്, അതായത് എന്തെങ്കിലും പോകാനോ കാര്യങ്ങളൊക്കെ കിട്ടും എന്നറിഞ്ഞിട്ട് ഞാൻ ഇയാളെ വിളിച്ചിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ ആക്സിഡൻ്റ് ആയി കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആക്സിഡൻറ്റ് ശരിയായിരിക്കും എന്തെങ്കിലും. അപ്പോൾ ഞാൻ പിന്നീട് ഇങ്ങനെ ഇയാൾ സംസാരിക്കുമ്പോൾ ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞു. അത് ഞാൻ വീണത് മറ്റേ പറ്റിയാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇയാളെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇയാൾ വീഡിയോ കോൾ ആയിരിക്കും അധികം ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ കാണും. പിന്നെ പുള്ളിക്കാരൻ തന്നെ വീഡിയോ ഇടുമല്ലോ, യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ അങ്ങനെ കാണുമ്പോൾ ഇയാൾക്കൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് കാലിലാണ് അതൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇയാളെന്തോ മരത്തിൻ്റെ എന്തോ പരിപാടി തോന്നുന്നത്, അതിനൊക്കെ പോലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഒരു ദിവസം വിളിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ ആക്സിഡൻ്റ് ആയി കിടക്കാം. അപ്പോൾ എനിക്കെന്തോ സംശയം, കാരണം ഒരു കളവ് പറയുന്ന പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ അതിനൊന്നും പ്രതികരിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് കേട്ടോ അത്, അത്രേ ഉള്ളൂ. ഞാൻ അവിടെ വിട്ടു, ബാക്കിയും കൂടെ കേൾക്കാം നമുക്ക്. കുട്ടിയെ കാണിച്ചു കൊടുക്കാന്നും പറഞ്ഞ് ഒരാൾ വിളിച്ചു വരുത്തിയിട്ട് ചെയ്ത പണി എൻ്റെ പൊന്നും മോനെ. ഇതിപ്പോൾ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത രീതിയിൽ അവരെ കൈവിലെടുത്തു. ഞാൻ എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. എത്ര വർഷമായി നമ്മൾ യൂട്യൂബിൽ? 5-6 വർഷമായി യൂട്യൂബിൽ. പുള്ളി പറയാണ് മറ്റുള്ളവർ ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെ ആക്കിയെടുത്തിട്ടുണ്ട്, എനിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 5 വർഷം 6 വർഷമായിട്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, പുള്ളിയാണ് ഇത്രയും വലിയൊരു യൂട്യൂബറായിട്ട് ഇത്രയും വലിയ, ഞാനൊക്കെ ഇവിടെ ചെറിയൊരാളല്ലേ, ഇന്നലെ വന്ന ഒരാൾ, നീ വേണ്ടച്ചപ്പോൾ പോവും ചെയ്യട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു യൂട്യൂബർ പറഞ്ഞാലല്ലേ നിങ്ങൾ വിശ്വസിക്കേണ്ടി? അത്രയും നല്ല ഈമാനോട് എപ്പോഴും പ്രാർത്ഥിക്കണം, മെച്ചവരെ കാര്യങ്ങൾ മാത്രം സംസാരിക്കണ ആളെക്കുറിച്ചല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. പുള്ളി തന്നെ പറയാ, പുള്ളിനെ ആരും ഇപ്പോൾ വിശ്വസിക്കുന്നില്ല, സ്വന്തം വീട്ടുകാരൻ വിശ്വസിക്കേണ്ടോ സംശയമാണെന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി കൂടെ നമുക്ക് കേൾക്കാം. ഇതുവരെ ഇല്ലാത്ത ചീത്തപ്പേരുണ്ടാക്കി വെറുതെ അങ്ങോട്ട് പോയിട്ട് വാങ്ങിച്ചതാ. നാളെ ആശിം ഗ്രൂപ്പിന്റെ ലൈവിൽ ഇങ്ങനെ പറഞ്ഞു, വാട്സപ്പിൽ വന്നിട്ട് മാപ്പ് പറഞ്ഞു. ഒരു കുട്ടീൻ്റെ കാര്യത്തിൽ എന്നെ ഇങ്ങോട്ട് വന്ന് ക്ഷണിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അതിനുശേഷം ഞാൻ ഇവരെ പിടുത്തത്തിൽ പെട്ടുമെന്ന് മനസ്സിലാക്കിയ ശേഷം ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത് ഞാൻ വിളിച്ചു പറയുമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എനിക്കെതിരെ മോശമായ രീതിയിൽ വീഡിയോ ചെയ്യും. ഇതുവരെ ഇല്ലാത്ത എന്നാൽ വരണോ, നല്ല നാട്ടിലേക്ക് വരണോ, അന്വേഷിക്കണം, പിടിച്ചുകൊണ്ട് പോകണം. എന്നാൽ ഒറ്റയടിക്കാനൊന്നും പോയ കേസില്ല. എന്തായാലും അവിടെ കഴിഞ്ഞോളാം. പോയി പറഞ്ഞു പോയി. പുള്ളി എന്നെ കുറിച്ച് ഇനി വീഡിയോ ചെയ്യാത്തത് വളരെ മോശമുള്ള കാര്യമല്ലേ, വൃത്തികേടായിട്ട് തോന്നുന്നു. അറിയില്ല വൃത്തികേടാണോ, പുള്ളിക്ക് ഭയങ്കര വൃത്തികേടായി തോന്നുന്നു. എൻ്റെ ഈ മുഖം ഇട്ടിട്ട് ഒരു വീഡിയോ ഇടുന്നതൊക്കെ വൃത്തികേടായി തോന്നുന്നു. എനിക്ക് പുള്ളിനെ വൃത്തികേടായിട്ട് തോന്നിയിട്ടൊന്നുമില്ല, എനിക്ക് ആരെയും അങ്ങനെ തോന്നില്ല. നമ്മളൊക്കെ പടച്ചവൻ്റെ പടപ്പുകളാണ്, ഓരോരുത്തർക്ക് സൗന്ദര്യം കൊടുക്കുന്നു. അപ്പോൾ ഞാൻ അത്ര കാണാൻ കൊള്ളാവുന്ന ആളല്ലാന്ന് എനിക്കറിയാം. പക്ഷേ അത് പടച്ചവൻ്റെ അടുത്താണ്. ഒരാൾക്ക് വെളുപ്പ് കൊടുക്കുന്നതും നിറം കൊടുക്കുന്നത്, വെളുത്ത ആൾ കറുത്ത ആൾ അങ്ങനെയൊക്കെ പറയുന്നത്, അതൊക്കെ അത് പോട്ടെ. അത് ഞാൻ ലാസ്റ്റ് പുള്ളി തന്നെ പറയുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഞാൻ ആരെങ്കിലും വെച്ച്
വാട്സപ്പിലോ കമ്മ്യൂണിറ്റി ടൈമിലോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് നിങ്ങൾ ലൈവിൽ വന്നിട്ട് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞാൻ ആരെങ്കിലും വെച്ച് പറയുന്നുണ്ടോ? ആരെങ്കിലും വെച്ചിട്ട് പുള്ളി പറയുന്നത് പുള്ളി എന്നെ ഉദ്ദേശിച്ചിട്ടല്ല അത്ര ദിയാ ഫാത്തിമേൻ്റെ കേസ് പറഞ്ഞത്. ദിയാ ഫാത്തിമേൻ്റെ കേസ് പറഞ്ഞാൽ എന്നെ തന്നെ ഉദ്ദേശിച്ചാൽ പറയുന്നത്. അത് ചോറൊന്നും നമുക്ക് മനസ്സിലാവുമല്ലോ അത്. അപ്പോൾ ഞാൻ പേര് പറയാതെ പറയുന്ന നിങ്ങൾ പുള്ളീൻ്റെ എല്ലാ വീഡിയോ എടുത്താൽ എൻ്റെ പേരും എൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് പുള്ളി ചെയ്യുന്നത്. എന്തോ പറയട്ടെ, ഓക്കെ പോട്ടെ. പറഞ്ഞില്ല, ആരെങ്കിലും ഉദ്ദേശിച്ച് പറയുന്നത് അത് ഞാനാണെന്നും അത് നിങ്ങളാണെന്നും ഞാൻ എന്ത് പറഞ്ഞാൽ അത് നിങ്ങളെ കുറിച്ചാണെന്ന് തെറ്റിയിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു കള്ളത്തരം കൊണ്ടാണ്. ഞാൻ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അത് എന്നെ കുറിച്ചാണ് എന്നെ കൊണ്ട് തന്നെയാണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ അറിയാവുന്നത്. അതിൻ്റെ അടിയിൽ കൂടി പുള്ളി മറക്കുന്നില്ല കേട്ടോ അത് പറയാൻ. വരുന്നവരെ സബ്സ്ക്രൈബും ഇഷ്ടമുള്ള എന്നൊക്കെ പറയാൻ പുള്ളി മറക്കുന്നില്ല അതിൻ്റെ അടിയിൽ കൂടെ. ഓക്കെ, ഇഷ്ടമുള്ളവരടിച്ചോ, ലൈക്ക് അടിച്ചിട്ട് കൂടെ സബ്സ്ക്രൈബ് ചെയ്തോ, കമന്റ്. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ കേസ് അന്വേഷിക്കുന്നു. അയ്യോ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണത്. കേൾക്കുന്ന ആളുകളൊക്കെ കേട്ടോ, പുള്ളിനെ പാവാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു ഫുള്ള് കേട്ടതിന് ശേഷം വേണോ വേണ്ടോ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. യൂട്യൂബിൽ ഒരു കേസ് അന്വേഷിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് അത് തുടർന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അതാണ് അപ്പോൾ പുള്ളീൻ്റെ പ്രശ്നം. യൂട്യൂബിൽ ഒരു കേസ് അന്വേഷിക്കുന്നത് പുള്ളി ആദ്യമായിട്ട് കാണുകയാണ്. അത് തുടക്കത്തിലേ കണ്ടപ്പോൾ എനിക്കറിയായിരുന്നു അത് കള്ളത്തറാണെന്ന്, നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത്. ഇതാണ് പുള്ളിയുടെ പ്രശ്നം കേട്ടോ. ഓക്കെ, ബാക്കി കൂടെ കേട്ടു. അത് ചില പെണ്ണുങ്ങളെ കൊണ്ട് കുറച്ച് പെണ്ണുങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. അത് കേട്ടോ, നിങ്ങൾ കുറച്ച് പെണ്ണുങ്ങളാണത്രേ. ഇതിലധികം ഞാൻ യൂട്യൂബിൻ്റെ സെറ്റിങ്സിലെടുത്ത് അറിയാം അതിൽ ആണുങ്ങളാണ് പെണ്ണുങ്ങളാണ് കൂടുതൽ എന്നുള്ളത്. ആണുങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു തരുന്നുണ്ട്. ആണുങ്ങളാണ് കൂടുതലുള്ളത്. പെണ്ണുങ്ങളാണ് അധികം കമൻറ്റ് ഇടുന്നത്. ചിലപ്പോൾ ആണുങ്ങൾ ചിലപ്പോൾ കമൻറ്റ് ഇടാൻ അധികം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 100 കമൻറ്റ് വരികയാണെങ്കിൽ അതിലൊരു 60 പെണ്ണുങ്ങളായിരിക്കും, ബാക്കി 40% ആണുങ്ങളെ കമൻറ്റ് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പുള്ളിക്ക് അതാണ് പ്രശ്നം. നിങ്ങൾ കുറേ പെണ്ണുങ്ങൾ എനിക്ക് കമൻറ്റ് ഇടുന്നത്, ജുനൈദ് പ്രിയപ്പെട്ടവെന്നൊക്കെ പറയുന്നതാണ് പുള്ളിയുടെ പ്രശ്നം. അപ്പോൾ പുള്ളി പറയുന്നത് കേട്ടോ, നിങ്ങൾ കുറച്ച് പെണ്ണുങ്ങൾ. അപ്പോൾ പുള്ളിക്ക് നിങ്ങൾക്കൊന്നൊരു വില തരുന്നില്ല പുള്ളി. ഞാൻ നിങ്ങളൊക്കെ കാണുന്നത് പറഞ്ഞാൽ എൻ്റെ നെഞ്ചിൽ ഞാൻ എപ്പോഴും എൻ്റെ സംസാരം നിങ്ങളെപ്പോഴും റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കാറുള്ളൂ. പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് പുള്ളിയുടെ ഒരു വ്യക്തിത്വം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കി കൂടി കേൾക്കാം. ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, കാരണം ഇത്രയും നിങ്ങളെ വിലപ്പെട്ട ഒരു സമയത്തിന് വേണ്ടിയിട്ട് കേൾക്കാൻ നിങ്ങൾ മെനക്കെടുന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുക. അത് കാരണം അതത്ര വലിയൊരു സംഭവം എന്നല്ല. പക്ഷേ എന്നോട് കുറേ ആളുകൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അയാളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞതിന് മാത്രം ഒരു വീഡിയോ ചെയ്തത്. ഞാൻ ആദ്യം വീഡിയോൻ്റെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സമയമുള്ളവർ മാത്രം കണ്ടാൽ മതി എന്ന്. ഓക്കെ, ബാക്കി വീഡിയോ കൂടെ കേൾട്ടുക. അത് ലോക്കല് യൂട്യൂബ് ചാനൽ പ്രിയപ്പെട്ടവരെ ആരാ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തൊക്കെയാ പുള്ളി പറയണത്. ആ കേട്ടു. ഹലോ സുഹൃത്തേ, ലൈക്ക് അടിച്ചോ, സബ്സ്ക്രൈബ് ചെയ്തോ. അത് പുള്ളി മറക്കുന്നില്ലേ? അത് ഓട്ടോമാറ്റിക് വരുന്നതായിരിക്കും. 5-6 വർഷമൊക്കെ ആയില്ലേ. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ ഈ പണ്ടിൽ യൂട്യൂബ് തുടങ്ങുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഏത് അന്നും കൊണ്ടും ഇല്ലാണ്ട് എന്തൊക്കെയോ കുറച്ച് ആൾക്കാർ വിളിച്ചു പറയും. അതേപോലെ തുടങ്ങിയിട്ട് വെറുതെ മോശമായ തുടങ്ങുമ്പോഴും ഇങ്ങനത്തെ കുറേ ആളുകൾ, എന്നെ പോലെ കുറേ ആളുകൾ ഉണ്ടല്ലേ, ഒരു അന്തും കുന്തും ഇല്ലാതെ കുറേ എന്തൊക്കെയാ വിളിച്ച് പറയാ. അന്തും കുന്തുമില്ല ഇത് വിശ്വസിക്കുന്ന കുറേ പെണ്ണുങ്ങൾ. അതായത് ഞാൻ അന്തും കുന്തും ഇല്ലാതെയാണ് ഓരോന്ന് വിളിച്ച് പറയുന്നത്, നിങ്ങളതൊക്കെ വിശ്വസിക്കണേ. അപ്പം നിങ്ങൾക്ക് അന്തം കുന്തുമില്ല. അന്തം കുന്തും എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നിങ്ങളുടെ നാട്ടിൽ അന്തം കുന്തം ഇതായിരിക്കും, ബുദ്ധിയില്ലാത്തവർ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഓക്കെ, ഏതാ കുട്ടിയൊന്നും പറഞ്ഞില്ല. കുട്ടി ഏതാണെങ്കിലും പറഞ്ഞെങ്കിൽ പ്രശ്നം നാളത്തെ പത്രത്തിൽ വലിയ കോളത്തിൽ വരും. ഏതാ കുട്ടി ഞാൻ ഇങ്ങോട്ട് വാട്സപ്പിൽ പറഞ്ഞുതരാം. ഏതാ കുട്ടി നമ്മൾ കണ്ണൂരിൽ ഒരു കുട്ടീനെ കാണാനായിരുന്നു, അത് റീ ഓപ്പൺ ചെയ്ത്. അതിപ്പോൾ ഞാനിപ്പോൾ പോലീസുകാരോട് ചോദിച്ചാൽ അവർക്ക് അറിയാം. പുള്ളി അവിടെയുള്ള പോലീസുകാരോടൊക്കെ അന്വേഷിച്ചു. പുള്ളി വലിയ വിവരമുള്ള ആളാണ്, ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉള്ള ആളാണ് പുള്ളി കേട്ടോ. മൈക്രോസോഫ്റ്റിൽ വരെ പുള്ളിൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ്. പുള്ളി ഇപ്പോൾ പോലീസുകാരോടൊക്കെ അറിയുന്ന പോലീസുകാരോട് ചോദിച്ചു ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കേസ് ഒന്നും ചെയ്തിട്ടില്ല, ആരും റീ ഓപ്പൺ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞാൽ പുള്ളി തന്നെ തിരിച്ച് പറയുന്നുണ്ട്, അതും കൂടി കേൾക്കാം. അപ്പോൾ പുതിയ യൂട്യൂബർമാരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ അവർക്ക് സബ്സ്ക്രൈബ് ആവും. ഞാനിപ്പോൾ അപ്പോൾ മോനോട് പറയുന്നത് കാര്യങ്ങൾ നിന്റെ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടാവും, ഫോണുള്ള എല്ലാവർക്കും യൂട്യൂബ് ഉണ്ടാവും. അപ്പോൾ അതിലൊരു വീഡിയോ ആണ് ആ കുട്ടിയെ കാണുന്നില്ല, ഞാൻ കണ്ടു. എൻ്റെ മോനക്കുണ്ട് യൂട്യൂബ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണുള്ള നിങ്ങൾക്കൊക്കെ ഉണ്ട് യൂട്യൂബും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ഇതുപോലുള്ള ആളെ കണ്ടുപിടിച്ചു, രാഹുലിനെ കണ്ടുപിടിച്ചു, മറ്റൊക്കെ നിങ്ങൾ ഇട്ടോളൂ. അപ്പോൾ കുറേ സബ്സ്ക്രൈബ് കിട്ടും, കുറേ പൈസ ഉണ്ടാക്കാം. എനിക്ക് വയ്യ, ഞാൻ പോട്ടെ, നന്നായി വിശക്കുന്നുണ്ട്. സത്യം പറയാം, ഈ സമയം കളിയുന്നത് കണ്ടിട്ട് സത്യമായിട്ട് 11:30 സമയം. ഏതായാലും കുറച്ചും കൂടി വന്നതല്ലേ, ഏതായാലും കുറച്ചും കൂടി കേട്ടു നോക്കി. ഫോണുള്ള എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടാവും, അതിൽ ചെയ്യുന്നുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ആശും കൊടുക്കുക. അതേപോലെ എൻ്റെ ഹാനി നിർത്തിയിട്ടുണ്ട്. അതിനോട് പറഞ്ഞ വീഡിയോ ഇട്ടോ അതിനെ പറ്റിയിട്ട് നിങ്ങൾ പെട്ടെന്ന് സബ്സ്ക്രൈബും കോൺടാക്റ്റിലാക്കാം. ഇൻഷാല്ലാ ഭയങ്കര കോമഡിയായ വിഷയമാണ് ഇത്. നമ്മൾ ഭയങ്കര ഇപ്പം ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ അതേപോലെ ഒക്കെ പോട്ടെ, എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പം നമ്മളൊരു കേസ് അന്വേഷണം മാത്രമല്ലല്ലോ ചെയ്തത്. ഞാനൊരു എന്തൊക്കെ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അതെല്ലാവരും കൂടെ
കുളമാക്കുക ഇതുപോലെ. അതായത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കണം. അതായത് അതിന് നല്ല ഞാൻ കാണിച്ചു കൊടുത്തവരൊക്കെ അത് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആരും മോശം പറഞ്ഞിട്ടില്ല. അതെന്തെങ്ങനെ ആയിരുന്നു അത് ഞാൻ പിന്നീട് നമുക്ക് സംസാരിക്കാനെ കുറിച്ച്. അതായത് കേരളത്തിലുള്ള ഇപ്പം എന്തെങ്കിലും നിങ്ങളെ മക്കളൊക്കെ എവിടെയെങ്കിലുമൊക്കെ മിസ്സായി കഴിഞ്ഞാൽ, നിങ്ങളെ മക്കളോ എന്തെങ്കിലും ഒന്ന് ഒരു മണിക്കൂറിന് കാണാതായാലോ, ഒരു അരമണിക്കൂർ കാണാതായി കഴിഞ്ഞാൽ പെട്ടെന്ന് അലർട്ട് കൊടുക്കുന്ന എല്ലാവരും ഫോണിലും ആ ഒരു ആപ്ലിക്കേഷൻ, അതിൽ നിന്ന് അലർട്ട് കൊടുക്കുക, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് സഹായം കൊടുക്കുക, പിന്നെ കുറേ വൃദ്ധസദനം, അങ്ങനെയുള്ള അതൊക്കെ സ്വപ്നങ്ങളാണ് എനിക്ക് ചെയ്യണം എന്ന ആഗ്രഹമുള്ള. അതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ എടുത്ത് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളതാണ് ഞാൻ. അതൊക്കെ നിങ്ങൾക്കുണ്ടാവും. നമുക്കൊക്കെ ചെറിയ മക്കളാകുമ്പോഴേ ഒരുപാട് ആളെ സഹായിക്കണം, കുറേ കാശുണ്ടായിട്ട് വേണം കുറേ ആളെ സഹായിക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കാറില്ല നിങ്ങളൊക്കെ. അങ്ങനെയൊക്കെ ചിന്തിച്ചാണ്. അപ്പോൾ പുള്ളിക്ക് അതൊക്കെയാണ് പ്രശ്നം. കേട്ടോ ബാക്കിയുണ്ട്. കാര്യം തന്നെ 5-6 വർഷമായി യൂട്യൂബിൽ വന്നിട്ട് ഒരു മാസം കൊണ്ട് ചെറിയൊരു വിഷയത്തിൽ കുറച്ച് ആൾക്കാരെ കൊണ്ട് അത് നിങ്ങളെ കയ്യിലിരിപ്പുണ്ടായിരിക്കും. ഇപ്പോൾ എന്നെപ്പോൾ ഒരാളല്ലല്ലോ, ഒരുപാട് കൂട്ടം ചേർന്നിട്ട് എന്നെ ആക്രമിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ ഇവിടെ മോശമാവാത്തത്? കാരണം എന്താ, എൻ്റെ വാക്കുകൾക്ക് വ്യക്തത ഉണ്ട്. ഞാൻ എന്താ പറയുന്നത്? ഇപ്പോൾ ഒരാൾ എന്നെ ഒരു മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കും. അതെന്താ ഒരു പ്രശ്നം, വേണ്ട അദ്ദേഹം പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് ഓവർ ആവുമ്പോൾ ഞാൻ വന്നിട്ട് പ്രതികരിക്കും. ഞാനത് കാണിച്ചു തരും, ഇന്നതാണെന്ന് പറയാം. എല്ലാത്തിനും എൻ്റെ അടുത്ത് തെളിവ് കാര്യങ്ങളുണ്ടാവും. ഞാൻ എപ്പോഴും പറയും, നമ്മൾ വാക്കുകളുണ്ടൊക്കെ ചിലപ്പം പെശകും കാര്യങ്ങളൊക്കെ പറ്റും, അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ അങ്ങനെ തെറ്റ് പറ്റാത്തവരൊന്നുമല്ല നമ്മളൊന്നും. അപ്പോൾ അതൊക്കെയാണ് പുള്ളിയുടെ പ്രശ്നം. അപ്പോൾ എന്തൊക്കെ എനിക്ക് സത്യം പറയാൻ നല്ല വിഷമമുണ്ട്. ഇത് ഇരിക്കാൻ തന്നെ താല്പര്യമില്ല. പറയിപ്പിച്ചു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അതെൻ്റെ മനസ്സിൽ പോകുന്നില്ല. അതൊന്നും വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അത് മനസ്സിൽ പോകുന്നില്ല. വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പുള്ളിയുടെ മനസ്സിനൊന്നും പോകുന്നില്ല എന്ന് എന്നെന്തും പറയാം. എനിക്ക് ആരുമില്ല അല്ലേ? ഇവരെ പോലെ തന്നെ ഞാനും കുടുംബവും എനിക്ക് ബന്ധങ്ങളും പെങ്ങളും ഉണ്ട് എൻ്റെ കൂടെ. നിങ്ങളെല്ലാവരും ഇതൊക്കെ എൻ്റെ കുടുംബമാണ്, നിങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ ഇടയിലൊക്കെ എന്നെ മോശമാക്കുക, ഞാൻ എന്തെങ്കിലും തിരിച്ച് പറഞ്ഞാൽ മാത്രം പ്രശ്നം ഇവർക്കൊക്കെ. ഇവർക്ക് ഉറക്കം കിട്ടുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, അതാണ് ഇതാണ് എന്നൊക്കെ പറയും. ഓക്കെ, അതെ പുള്ളി പറയുന്നുണ്ട്. പുള്ളി വിചാരിച്ചത്ര, നമ്മൾ വിചാരിച്ചത്ര ഇവർക്ക് പറ്റിയ ആളാണ്. നിങ്ങൾ നമുക്ക് പറ്റിയ ആളല്ല, നിങ്ങളൊരു നല്ല മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് താങ്കളുടെ വഴിക്ക് പോയിക്കോളൂ. നമ്മളെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കേസന്വേഷണം നടക്കുന്നുണ്ടെങ്കിലോ, ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലോ, അത് നിങ്ങളെന്തിനാ അതിൽ തടസ്സം നിൽക്കുന്നത്? ഞങ്ങൾ എന്തെങ്കിലും പിരിവ് നടത്തിയാൽ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചോദ്യം ചെയ്യുക, അതായ പിരിവ് നടത്തുന്നത്, അത് എന്താ ഇതിനൊക്കെ പറയാ. ഓക്കെ, ബാക്കിയും കൂടെ കേൾക്കും. പാവപ്പെട്ട കുറച്ച് ഉമ്മമാരെ വലയിലാക്കിയ കാര്യം ഓർക്കുമ്പോൾ അതാണ് പുള്ളിയുടെ പ്രശ്നം. പുള്ളിക്ക് ഈ ഗേൾസിന്റെ കുറെ സപ്പോർട്ട് വേണം. പുള്ളിക്ക് പെൺകുട്ടികളുണ്ടല്ലോ, ഇപ്പം എന്തെങ്കിലുമൊക്കെ കമന്റ് വരുന്ന പോലുള്ള ഈ ചെറിയ കുട്ടികളൊക്കെ പുള്ളിയുടെ കമന്റിലൊക്കെ വരണം. പിന്നെ അതേപോലെ കുറെ ഉമ്മമാര്, ഇതൊക്കെയാണ് ഓരോ ആണുങ്ങളല്ലേ, ചിലപ്പോൾ ഓരോ ചിന്താഗതി ആയിരിക്കും. അപ്പോൾ കുറെ ഉമ്മമാര് പിന്നെ ഇവരൊക്കെ വലയിലാക്കി. നിങ്ങൾ കേട്ടില്ലേ? ഞാൻ നിങ്ങളെ വീട്ടിലൊക്കെ വന്നിട്ട് എന്നെ നിങ്ങളെ വലയിലാക്കാം. എനിക്ക് യൂട്യൂബ് എന്താന്ന് പോലും, ഫസ്റ്റ് ലൈവ് വന്നത് ഓഫാക്കാൻ പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ യൂട്യൂബുകാരനല്ല. ഇവരെ പോലെ 5 വർഷം ഇത്രയും എക്സ്പീരിയൻസും 1 ലക്ഷം സബ്സ്ക്രൈബർ ആകുന്നുള്ള ഞാൻ. ഇയാളെ സംസാരം കേട്ട് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത് പെണ്ണ് എന്തോ താഴെ തട്ടിലാണെന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. നിങ്ങൾക്കൊന്നും ബുദ്ധി ഇല്ലാത്തതാണ് ഈ പെണ്ണുങ്ങൾക്ക് ഒക്കെ. യാഷിം റുബീന പെണ്ണിന്റെ ബുദ്ധി എന്താണെന്ന് യാഷിം റുബീന പഠിച്ചിട്ടുണ്ടാവില്ല. പ്രായം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ പക്വത വേണം മനുഷ്യരായ. പുള്ളി തന്നെ പറയുന്നുണ്ട് അത്. വരും ഭയങ്കര രസം. നാളത്തെ കോളത്തിൽ വരും അവൻ ഇങ്ങനെ പറഞ്ഞു. ചെറിയൊരു സൈഡ് മ്യൂസിക് ഉണ്ടാവും, ചെറിയൊരു മ്യൂസിക്. ഞാൻ ഇതൊക്കെ നാളെ ഒരു വീഡിയോ ആയിട്ട് വരും. കുറച്ച് ദിവസം മുന്നത്താണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ സൈഡിലൊരു മ്യൂസിക് ഉണ്ടാവും. മ്യൂസിക് ഇപ്പം എങ്ങനെ കൊടുക്കാം? കാറിലായി പോയില്ലേ? പുള്ളീൻ്റെ വീഡിയോ വെച്ചിട്ട് മ്യൂസിക്കും കൂടെ കൊടുക്കാം. പുള്ളി അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്കൊരു കാര്യം മനസ്സിലായോ? പുള്ളി എന്തിനാ അറിയാം? സത്യത്തിൽ പുള്ളി വന്നത്, എന്നെ ചൊറിയാൻ വന്നത്, പുള്ളിയുടെ നിങ്ങൾ നോക്ക്, ഞാൻ വന്നതിന് ശേഷം, ഞാൻ മെയ് 10-നോ 12-നോ ഇതിൽ യൂട്യൂബിൽ വന്നത്. അതിന് മുമ്പ് പുള്ളി എത്ര വീഡിയോ ഇട്ടാലും 100 ആളോ 200 ആളോ മാക്സിമം കാണുള്ളൂ. ഒറ്റൊന്നു പോലും അയാളെ വായോണ്ട് അയാൾ പറയും, നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടാറ് ഒരാൾ പോലും അയാളെ വീഡിയോസും കാണാറില്ല, ഒന്നുമില്ല, കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇയാൾ എന്നെ ചൊറിഞ്ഞപ്പം ഇതിലുള്ള എൻ്റെ ഈ പാവമ്മമാരും സഹോദരന്മാരൊക്കെ പാടെ ഇയാൾ പറയുന്നു ഇതിനെ പറയുന്നത് പറഞ്ഞിട്ട് ഇതൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്. കാരണം അയാൾക്ക് അറിയാം ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു വിഷയം എന്താണോ, അപ്പോൾ ആളുകൾ ചൊറിഞ്ഞു കഴിഞ്ഞാലെന്നൊക്കെ. ഇതേ കാര്യമാണ് സുഹൈലിന് ഇയാൾ പറഞ്ഞു കൊടുത്തത്. സുഹൈലും ചെയ്തത് ഈ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ അയാളെ വിഷം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? എന്നെ ചൊറിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, പൊന്നരാശിമിക്ക വിട്ടാളാ, നിങ്ങൾ വിട്, ഇതൊരു കുഞ്ഞിൻ്റെ കേസാണ്, എന്നെ വിട്. എന്നെ മാനസികമായിട്ട് തകർക്കുക. കാരണം നമ്മൾ രാവിലെ ഡ്യൂട്ടിക്ക് പോവുക, ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് ഇതാകുന്ന മാനസികമായിട്ട് മനുഷ്യനെ ടോർച്ചർ ചെയ്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ചെയ്തത്. അതാണ് എനിക്ക് ഇയാളോട് ഇത്ര കലിപ്പ് ദേഷ്യം വരുന്നത്. അപ്പോൾ അങ്ങനെ ഇയാൾ പറഞ്ഞതിന് ശേഷം അന്നെന്തോ 50 എന്തോ എടുത്തിട്ടുണ്ട് സബ്സ്ക്രൈബ്. അതിന് ശേഷം നിങ്ങളെ നോക്കി, ഇതറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിന് ശേഷം നിങ്ങളൊക്കെ അയാൾ എന്താണെന്ന് പോയി നോക്കുക അവിടെ. അങ്ങനെ അയാളൊക്കെ ചാനൽ ഞാൻ കാരണമാണ് ഇപ്പോൾ റീച്ച് ആയത്. നിങ്ങൾ നോക്കിക്കോ, ആരോട് ചോദിച്ചാലോ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു
ടെക്നിക്കാണ്. അപ്പോൾ അതിന് വന്നതാണ്. പക്ഷേ പുള്ളി പെട്ടുപോയി. പക്ഷേ പുള്ളി എന്ത് ചെയ്യണം, കുറച്ച് റീച്ചൊക്കെ കിട്ടി പുള്ളിൻ്റെ ബൈക്ക് പോയായിരുന്നു. പിന്നെയും സൈക്കിൾ പിടിച്ചിട്ട് പിറകിൽ ഇങ്ങനെ കൂടി നമ്മളെ ഒന്ന് കേട്ടോ. എൻ്റെ കുഞ്ഞു മക്കളെ നമ്മളിൽ കുറേ അറിഞ്ഞതാണ്. ഇതിൽ വന്നിട്ട് കുറേ മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട്. ഈ ഓരോ തട്ടിപ്പ് കൊണ്ടുവരുന്നവർ എന്താ ചെയ്യാന്നറിയോ? ഫസ്റ്റ് കഥയല്ല ഉണ്ടാക്കാം, അതിന് ക്ലൈമാക്സ് ഉണ്ടാക്കി വെക്കാം. തട്ടിപ്പ് ഫസ്റ്റ് ക്ലൈമാക്സ് ഉണ്ടാക്കി വെക്കും. അപ്പം എന്ത് ചെയ്യുക, നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും പോകാം. ക്ലൈമാക്സ് എവിടെ എത്തും നമുക്കറിയാം. ക്ലൈമാക്സ് നമ്മൾ മനസ്സിലുണ്ടാക്കിയാൽ നമുക്കറിയാം എത്ര വേണമെങ്കിലും നീട്ടിക്കൊണ്ട് പോകാം. ആ വാക്കുകൾ ഒരു കള്ളൻ്റെ വാക്കുകളാണ്. കാരണം പുള്ളി പറയാ, നമ്മൾ ആദ്യം ക്ലൈമാക്സ് ആണ് ഉണ്ടാക്കുക, എന്നാൽ കഥ എത്രയും നീട്ടിപ്പോവാം. അതാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതന്നെ പുള്ളി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല വാക്കുകളായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേ സെൽഫി സ്റ്റിക്ക് കൊടുത്തിട്ട് അവിടെ പോയിട്ട് ഇന്റർവ്യൂ ചെയ്യാം. സെൽഫി സ്റ്റിക്ക് കൊടുത്തിട്ട് ഇന്റർവ്യൂ ചെയ്യാം. പിന്നെ കടപ്പുറത്തൊക്കെ പോയിട്ട് റിയ ഫാത്തിമ എന്നെല്ലാം കുട്ടീനറിയോ ഇതൊക്കെ ചോദിച്ച് വീഡിയോ എന്താ കഥ. ഞാൻ യൂട്യൂബിലൂടെ മറ്റേ ക്രൈം അന്വേഷിക്കുന്നില്ല. ഞാൻ ഈ കടപ്പുറത്ത് പോയിട്ട് സെൽഫി സ്റ്റിക്ക് എടുത്ത് അങ്ങനെ ഞാനോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും പോയിട്ട് സെൽഫി സ്റ്റിക്ക് എടുത്ത് ദിയ ഫാത്തിമ എന്നൊക്കെ പറഞ്ഞു. പുള്ളിയുടെ ആ പുച്ഛവും പരിഹാസവും ഒക്കെ ഒന്ന് കേട്ടു നോക്കി നിങ്ങൾ. ഒരു നല്ലൊരു മുസ്ലിമിന്, അതായത് മനുഷ്യനാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ പുള്ളി ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എനിക്ക് ഒരുപാട് ഹൈന്ദവരായാലും ക്രിസ്ത്യൻസ് ആയാലും എൻ്റെ സുഹൃത്തുക്കളൊക്കെ മറ്റു മതസ്ഥരാണ്, ഞാൻ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം പുള്ളി ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു മുസ്ലിമായിട്ട് ഇങ്ങനെ ദുആയും കാര്യമൊക്കെ ചെയ്യുന്ന ഒരു മുസ്ലിയാരെ പോലെ വിശ്വസിപ്പിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഇങ്ങനെയൊക്കെ പറയാനും കഴിയും. നിങ്ങൾ ആലോചിക്കുകയെ അങ്ങനെയൊക്കെ സംസാരിക്കാൻ ഒരാൾക്ക് കഴിയും. ആ പുള്ളി അത് അത്ര പുച്ഛത്തോടെ സംസാരിക്കുന്നതെന്ന് ആലോചിക്കുകയെ. പുള്ളി ചിരിച്ചിട്ട്, ഞാൻ സിനിമയിലൊക്കെ എത്ര കേസുകൾ പുള്ളിക്ക് അത് വിവരമില്ലാത്തതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോളൂ. നമ്മൾ മറന്ന്, അതായത് ഇത് നിങ്ങളാരും മക്കളോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം ആണെന്നുണ്ടെങ്കിൽ ഒരാൾ അത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ട് അത് അന്വേഷണമായിട്ട് മുന്നോട്ട് പോയി റീ ഓപ്പൺ ചെയ്ത് അങ്ങനെയൊക്കെ പോകുമ്പോൾ വിവരമില്ലാത്തതുകൊണ്ടായിരിക്കും. അത് പോട്ടെ. അതും കൂടെ അതിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് അതൊരു നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആട്ടോ. ഞാൻ എവിടെയെങ്കിലും പുള്ളിക്കാരൻ്റെ സംഘടന എന്തെങ്കിലും നിങ്ങൾ പറയുന്നത് കേട്ടോ, ഇത് കള്ളന്മാരുടെ ഏറ്റവും വലിയൊരു ലക്ഷണമാണത്. കള്ളന്മാരുടെ, അതായത് നമ്മൾ ഉത്തരം മുട്ടി നമുക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ജനങ്ങളുടെ മുന്നിൽ എന്ന് പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളുടെ, ഞാൻ ഇന്ന പാർട്ടിയുടെ ആളാണ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇപ്പോൾ പുള്ളിൻ്റെ സംസാരം. പുള്ളിക്കൊന്നും പറയാനില്ല, പുള്ളിക്കൊന്നും ചെയ്യാനില്ല. പുള്ളി ഇനി വന്നു കഴിഞ്ഞാൽ നല്ല 10 മണിക്ക് അടിക്കും ഞാൻ പുള്ളിനെ. അപ്പോൾ പുള്ളിക്ക് അറിയാം ഇനി ഒന്നും പറയാനില്ല, ഒന്നും ചെയ്യാനില്ല. പുള്ളി ആകെ അസ്വസ്ഥനാണ്, അതും എനിക്കറിയാം. ഞാൻ വിട്ടിട്ടും ചില മനുഷ്യർക്ക് നാവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പുള്ളി പയ്യിൽ പറഞ്ഞ ഞങ്ങൾ ശരിക്കും കേട്ടില്ല. എന്താണ് ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ ഞാൻ? അപ്പോൾ ഈ സംഘടന ഞാൻ എവിടെയും പറഞ്ഞിട്ടുണ്ടോ, SSF എന്ന് പറഞ്ഞൊരു സംഘടനയിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. എപ്പോൾ പറയാം, ഞാൻ കുറേ കാലം കൊടി പിടിച്ച ഒരു സംഘടന, കുഞ്ഞാകുമ്പോൾ മദ്രസയിലൊക്കെ പഠിക്കുന്നു അന്തകാലം. ആ സംഘടനയെ കുറിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞു എന്നൊക്കെ അങ്ങനെയൊക്കെ വരുത്തി തീർക്കണം മൂപ്പർക്ക്. അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? എൻ്റെ ചാനലിൽ ഞാൻ ഒരു തമ്മിൽ വെച്ചിട്ട് അവർ തിരിച്ചേക്കണം, അങ്ങനെ വെക്കാൻ പാടില്ല. നമ്മളൊരു സാധനം കച്ചവടം ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ അത് ഷോലല്ലേ വെക്കാം, കണ്ടല്ലേ നോക്കേണ്ടത്. ആ വാക്ക് ഇനി വേറെ ഒന്നും നിങ്ങൾക്ക് വേണ്ട, അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് മതി. അതായത് പുള്ളി ദിയ ഫാത്തിമയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട്, എൻ്റെ ഫോട്ടോ വെച്ചിട്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളിയോട്, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, അതൊന്ന് ഒഴിവാക്കൂ, നല്ലതല്ല. ഞാൻ അന്നും ഇങ്ങനെയൊന്നും പ്രതികരിക്കാത്ത ഒരാളാണ്. ഞാൻ കേസിന് എൻ്റെ ആവശ്യം നിങ്ങളോട് പറയും, അസ്സലാമു അലൈക്കും, ഞാൻ പോകും, എൻ്റെ പാട് പോയി. ഞാൻ അത് തിരിഞ്ഞു പോലും നോക്കില്ല, കമൻറ്റും നോക്കാറില്ലായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു കേട്ടോ, ഒരു കച്ചവട സ്ഥാപനത്തെ, ഒരു കച്ചവടം ചെയ്യാൻ ഒരു വസ്തു വെക്കുമ്പോൾ അത് മുന്നിൽ അങ്ങനെ വെക്കേണ്ടത് ഒരു കച്ചവടമായിട്ടാണ് ആ കുട്ടീനെ അയാൾ കണ്ടത് അല്ലേ? അത് അയാളുടെ നാവനെ കള്ളം പറയില്ല. നിങ്ങൾ ഒന്നും കൂടി കേട്ടു നോക്കിയത്, ഒന്നും കൂടി കേട്ടു നോക്ക്. കണ്ടന്റ്, പുള്ളിക്ക് അതൊരു കണ്ടന്റ് ആയിരുന്നു, പുള്ളി അങ്ങനെയാണ് കണ്ടത്. അതൊക്കെ ഒരു മനുഷ്യന്മാർക്ക് ചേർന്നത്. ഞാൻ ഇപ്പോൾ അയാളൊരു മനുഷ്യനാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ, സത്യമായിട്ട്. പുള്ളിക്കാരൻ്റെ മക്കളോ, ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യാഞ്ഞത് വീഡിയോ കാര്യങ്ങളൊന്നും ഇങ്ങനെ എനിക്കൊരാളെ വിഷമിപ്പിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. നമുക്കിങ്ങനെ കഴിയണോ ഒഴിവാക്കി വിടുക. പക്ഷെ ഇത് ഇത്രത്തോളം വിഷമാണ്. കാരണം നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഇത്രയും ആളുകളൊക്കെ വിളിച്ചിരുത്തി ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഇങ്ങനത്തെ വിഷങ്ങളൊക്കെ മുന്നിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തോരു ബുദ്ധിമുട്ടാണത്. മാനസികമായിട്ടാണ് നമ്മൾ തകർക്കുന്നത് ഓരോ കാര്യങ്ങൾ. അത് ഇത് പറഞ്ഞ് നമുക്കതിന് സമയമില്ല ഒന്നാമത്. ബാക്കി കൂടി കേൾക്കാം നമുക്ക്. എനിക്ക് മതിയായി സത്യം പറയാം. പുള്ളി ഇപ്പോൾ പറഞ്ഞ കേട്ടോ ലാസ്റ്റ്,
അതായത് യൂട്യൂബ് ചാനൽ ആർക്കും തുടങ്ങാം, അതിൽ കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ പൊന്നും എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഓക്കെ, അതിനൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു വൃത്തികേടിനൊക്കെ സമയം കളയാന്ന് പറഞ്ഞാൽ എന്തോ എനിക്കതിനൊരു താല്പര്യം തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ പറ്റുമെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പത്തെ മൈൻഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി കൂടെ ഞാൻ അതിലിടാം, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കും. അപ്പോൾ നമ്മൾ എവിടെ എന്തെങ്കിലും നല്ലത് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ചില നാടുകളിലുണ്ടാവും കാണാൻ നല്ല ഒരു ഇസ്ലാമിക, അയാളെ മൊത്തം നോക്കിയാൽ ഭയങ്കര ഈമാൻ എന്ന് പറഞ്ഞാൽ തേജസ് ഒക്കെ ഉള്ള ഒരാൾ, തേജസ് തന്നെയല്ലേ. അപ്പോൾ ഈമാനൊക്കെ ഉള്ള കുറേ ആളുകളുണ്ടാവും. അപ്പോൾ ഏതൊരു ചെറുക്കൻ്റെ അവനായിരിക്കും ചിലപ്പോൾ ആ നാട്ടിൽ നല്ല പയ്യന്. അപ്പോൾ ആ പയ്യൻ്റെ, ഇപ്പോൾ ഞങ്ങൾ ആൺകുട്ടികളാണ്, ഞങ്ങൾക്കറിയാം ഞങ്ങൾ എത്ര തമാഴത്തരം കളിച്ച് എങ്ങനെ നമ്മളെ കൗമാരത്തിൽ നടന്നാലും നമുക്ക് പെണ്ണ് കിട്ടും. നേരെ മറിച്ച് നല്ല പള്ളിയിലും ഇതിലൊക്കെ പോകണം, അവനെ അന്വേഷിക്കുമ്പോൾ ഇയാളത്തേക്കാരം വരുന്നത്, ഇയാളെ പോലുള്ള ആളുകളെടുത്ത്. എന്നിട്ട് ആ കുട്ടി എങ്ങനെ ഉണ്ട് ഇത് നോക്കുമ്പോൾ, നിങ്ങളൊന്ന് വരി, നിങ്ങളിവിടുന്ന എന്നൊക്കെ ചോദിച്ചിട്ട് അവനെ കുഴപ്പമൊന്നുമില്ല എന്നാലും എന്താ പറയുക, ആ ടൈപ്പ് ആളുകളാണ് ഇതൊക്കെ. അതൊക്കെ ഇപ്പോൾ ഒരു വിധമൊക്കെ ഒതുങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാടുകളിലൊന്നും ഇപ്പം അങ്ങനെ ഈ ഫോണും സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ കരിവാരി തേച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പം ഒന്ന് ശബ്ദിക്കാം എന്ന് വിചാരിച്ചു. ഈ ഒരു ദേഷ്യം കൊണ്ടൊക്കെയാണ് ഞാൻ ഇയാളുടെ വിഷം എന്ന് തന്നെ പറഞ്ഞത്. ഞാനവിടെ ഉദ്ധരിച്ച വാക്ക് വിഷം എന്നുള്ള വാക്ക് അയാൾക്ക് അതിന് കറക്റ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാക്കുണ്ടോ അതിനപ്പുറത്തേക്ക്, അതോ കുറഞ്ഞു പോയോ അതോ കൂടിപ്പോയോ എന്നുള്ളതൊക്കെ നിങ്ങളവിടെ കമൻറ്റിൽ പറ്റുമെങ്കിൽ ഒന്നിടുക. എനിവേ എല്ലാവർക്കും നല്ലത് വരട്ടെ. പിന്നെ ഒരു സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് ഇന്ന്. ഞാനത് വേറൊരു വീഡിയോകളിലായിട്ട് വരാം, നോക്കട്ടെ ഇൻഷാ അല്ലാ. പിന്നെ സുഹൈൽ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് ചാറ്റ് ഇതുവരെ മറുപടി ഒന്നും റിപ്ലൈ കൊടുക്കാറില്ലായിരുന്നു. ഞാൻ ഇന്ന് അയാൾക്ക് റിപ്ലൈ കൊടുത്തു. അയാളായിട്ടൊക്കെ സംസാരിച്ചിട്ടില്ല, അയാൾ ചോദിച്ചതിന് കുറച്ച് കാര്യങ്ങൾക്ക് റിപ്ലൈ കൊടുത്തിട്ടുള്ളൂ. വേറെ കുറച്ച് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനത് ഇൻഷാ അല്ലാ ഞാൻ വരും. ഓക്കെ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ വരും. പിന്നെ സന്തോഷമുള്ള കാര്യങ്ങൾ കേട്ടോ, അതോടെ നിങ്ങൾ എഴുതി വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ എന്തെങ്കിലും മറ്റുള്ളവർക്ക് അയാൾ പറഞ്ഞതിനും ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നത്. നിങ്ങളൊക്കെ മണ്ടിയന്മാരാണ്, ബുദ്ധിയില്ലാത്തവരാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കേട്ടത് കുറേ ഞാൻ കട്ട് ചെയ്താൽ കേട്ടോ, അത് ഇത്ര തീരൂല, അത് ഒരുപാട് വീഡിയോ ആയി. ഇനി വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ വന്നിട്ട്, അതായത് ഇങ്ങനെ തമാശക്ക് വേണ്ടിയിട്ട് വന്നത്, വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നത്. ഗുഡ് നൈറ്റ്.